ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ബിറ്റ് റേറ്റ്, ബോഡ് റേറ്റ്, ഫ്രീക്വൻസി, അതോടൊപ്പം തന്നെ മൾട്ടിപ്ലെക്സറിൻ്റെ ഒരു PYQ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിറ്റ് റേറ്റും ബോഡ് റേറ്റും ഡെഫിനേഷന് മുന്നേ തന്നെ ആദ്യം സിഗ്നൽ എന്താണെന്ന് നോക്കാം. കാരണം സിഗ്നലിൻ്റെ അണ്ടറിലാണ് ഈ ടോപ്പിക്സ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്നൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻഫോർമേഷൻസിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബേസിക്കലി സിഗ്നൽ എന്ന് പറയുന്ന ഇൻഫോർമേഷൻ ആണ്, അതിനെ ഇലക്ട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അതിൽ രണ്ട് സിഗ്നൽസ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ട് ടൈപ്പ് സിഗ്നൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനലോഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ. ഓക്കെ, അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. സച്ച് ആസ് നമ്മുടെ കറണ്ട് ഓർ വോൾട്ടേജ് നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നതാണ്. ഇവിടെ ടൈം ഉണ്ടാവും, ഇവിടെ കറണ്ട് 0. ഇതാണ് അനലോഗ് സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ടാണ്, സ്റ്റാറ്റിക് ആയിട്ടാണ് അതിങ്ങനെ വേരി ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എന്ന് പറയുന്നത് ബൈനറി വാല്യൂസ് ആണ് വെക്കുന്നത്. ഒന്ന് 1 ഓർ 0. 1 എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ട്, ഇതും 0 എന്ന് പറഞ്ഞാൽ ലോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് സിഗ്നൽസിനെ പറ്റി പറയാനുള്ളത്. ഇത് ഇറേസ് ചെയ്യുകയാണ്. ഇപ്പോൾ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഇത് രണ്ട് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത് ഒരു ഡിജിറ്റൽ സിഗ്നലാണ്. സപ്പോസ് ഈ ബിറ്റ്സ് ഓരോ സിഗ്നലിലും 2 ബിറ്റ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 0 0 1 1 0 0 1 1. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഓക്കെ, ഇതൊരു ഡിജിറ്റൽ സിഗ്നലാണ്. ഇതിൽ നമ്മൾ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈസ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബോഡ് റേറ്റ് എന്ന് പറയുന്നത് ഈസ് നമ്പർ ഓഫ് സിഗ്നൽസ്. അതായത് നമ്മുടെ ഇതിലിപ്പോൾ എത്ര സിഗ്നൽസ് ഉണ്ട്, ഇതിപ്പോൾ ഒരു സിഗ്നൽ 1 1 0 0 രണ്ടാമത്തെ സിഗ്നൽ, പിന്നെ 3 4 5. അപ്പോൾ 5 സിഗ്നലാണ് ഉള്ളത്. ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ, അത് നമുക്ക് ഈ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഈ ടൈം ബൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ടോട്ടലി 1 സെക്കൻഡാണ്. അതിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൗണ്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു സിഗ്നലിൽ ഫസ്റ്റ് സിഗ്നലിൽ 2 ബിറ്റാണ് ഉള്ളത്, സെക്കൻഡിൽ 2 ബിറ്റ്, അപ്പോൾ ടോട്ടൽ 2 2 4 6 8 10. ഓക്കെ, കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 10 ബിറ്റാണ് വരുന്നത്. സിഗ്നൽ എന്ന് പറയുന്നത്, ബോഡ് റേറ്റ് എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. ഓക്കെ, ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 10ഉം ബോഡ് റേറ്റ് എന്ന് പറയുന്നതും 5 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിൽ n ടൈംസ് ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി. അപ്പോൾ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡ് റേറ്റ് എന്ന് പറയുന്നത് സിഗ്നൽസ് ആണ്. ഇതിലിപ്പോൾ ടോട്ടൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ എത്ര സിഗ്നൽസ് ഉണ്ടെന്നാണ്, ആ സിഗ്നൽസിനാണ് നമ്മൾ ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇക്വേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു ബോഡ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ സിഗ്നൽ. ഓക്കെ, അതായത് ഒരു സിഗ്നലിൽ എത്ര ബിറ്റ് ഉണ്ട് മൾട്ടിപ്ലൈ ബോഡ് റേറ്റ്. ബോഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്നലാണ്. ഇത് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബിറ്റ് റേറ്റ് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് എത്രയാണ് കിട്ടുന്നത്,
ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബോഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ് വരുന്നത്, കാരണം 5 സിഗ്നലാണ് വരുന്നത്. 5 ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ സിഗ്നൽ, അതായത് ഒരു സിഗ്നലിൽ എത്ര ബിറ്റാണുള്ളത്, ഇവിടെ 2 ബിറ്റാണുള്ളത്, 1 1 2. അപ്പോൾ അങ്ങനെ 5 സിഗ്നലിൽ 2 ബിറ്റ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇൻറ്റു 2, അത് ഒരു സിഗ്നലത്തെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ 5 ഇൻറ്റു 2 10 ആണ്. അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബിറ്റ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. തിരിച്ച് ബോഡ് റേറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്താ ചെയ്യുന്നത്, സിഗ്നൽസ് എത്ര ഉണ്ട് കൗണ്ട് ചെയ്താൽ മതി. കൗണ്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇനി എനിക്ക് അങ്ങനെ തന്നില്ല, ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് ചെയ്താൽ മതി. അതായത് ബിറ്റ് റേറ്റ് ബൈ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ സിഗ്നൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്നത്, ബോഡ് റേറ്റ് ഈക്വൽ ടു, ബോഡ് റേറ്റ് നമുക്കറിയില്ല, അപ്പോൾ അങ്ങനെ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ബിറ്റ് റേറ്റ് ബൈ ഇതാണ്, ഒരു ബിറ്റ് റേറ്റ് 10 ആണ്, നമ്പർ ഓഫ് ബിറ്റ് ഡയറക്റ്റ് 5 കിട്ടും. അതാണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. പിന്നെ ഇതിലൊരു റിലേഷൻ പറയുന്നത് ബോഡ് റേറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ബിറ്റ് റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് നോർമലി എല്ലാ കേസസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, അത് ഈക്വൽ ടുൻ്റെ കേസ് പറയാനാണ്. ഇക്വേഷനിൽ നമ്മൾ നമ്പർ ഓഫ് ബിറ്റ്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്, ബിറ്റ് റേറ്റ് ഈക്വൽ ടു ബോഡ് റേറ്റ്, BR വെച്ചിട്ട് ഷോർട്ടായിട്ട്. ഈ ഒരു കേസിൽ ഈക്വൽ ടുൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരു സിഗ്നലിൽ ഒരു ബിറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 2 ബിറ്റാണ്. സപ്പോസ് ഇവിടെ ഇപ്പോൾ ഒരു ബിറ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യാം, ഇവിടെ ഒരു സിഗ്നലിൽ ഒരു ബിറ്റ് ആണെങ്കിൽ ആ കേസിൽ ബിറ്റ് റേറ്റ് ബോഡ് റേറ്റ് ഈക്വൽ ടു ആണ്. നോർമലി എല്ലാ കേസിലും നമ്മൾ എടുക്കുന്ന കേസിൽ ബോഡ് റേറ്റ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ബോഡ് റേറ്റിനേറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, അത് ഒരു ബിറ്റ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒന്നിൽ കൂടുതൽ ബിറ്റുകളായിരിക്കും. ആ കേസിലാണ് ഇവിടെ പറയുന്നത് ബോഡ് റേറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിറ്റ് റേറ്റ്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. An analog signal carries 4 bits in each single unit. If 1000 signal units are sent per second, find the baud rate and bit rate. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സിഗ്നലിൽ 4 ബിറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ 1000 സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ കേസിൽ നമ്മൾ ബിറ്റ് റേറ്റും ബോഡ് റേറ്റാണ് കാണാൻ പറയുന്നത്. നമ്മൾ അതിന് തന്നെ ഇക്വേഷൻ ചെയ്താൽ ബിറ്റ് റേറ്റ് ഈക്വൽ ടു ബോഡ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിഗ്നൽ. ഓക്കെ, നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിഗ്നൽ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ബോഡ് റേറ്റ് എന്ന് പറയുന്നത് സിഗ്നലാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്താക്കി എഴുതാം, 1000. ഫസ്റ്റ് ചോദിച്ചത് ബോഡ് റേറ്റ് ആണ്. ഈ ഓർഡർ ശ്രദ്ധിക്കുക, ചോദിച്ച അതേ ഓർഡറിലേക്കാണ് നമ്മൾ ഓപ്ഷൻസിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോഡ് റേറ്റ് ആണ് കാണേണ്ടത്. ബോഡ് റേറ്റ് എന്ന് പറയുന്നത് സിഗ്നൽസ് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ബോഡ് റേറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1000 ആണ് സിഗ്നൽസ്, 1000 സിഗ്നൽസ് ആണ്, അത് തന്നെയാണ് ബോഡ് റേറ്റ്. അപ്പോൾ ഓപ്ഷൻസിൽ ഫസ്റ്റ് നോക്കുന്നത് എവിടെയാണ് 1000 വരുന്നത്, ഇവിടെയും വരുന്നത്. ബാക്കി ഈ ഓപ്ഷൻ കട്ടാണ്. അപ്പോൾ 1000 ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, 1000 ആണ് വരുന്നത്. അങ്ങനെ ബി ഓപ്ഷൻ കട്ട് ചെയ്ത ACD. ഇനി നമുക്ക് നോക്കേണ്ടത് ബിറ്റ് റേറ്റ് ആണ്. ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ബോഡ് റേറ്റ് എത്ര തന്ന്, എത്ര സിഗ്നൽസ് ആണ്, 1000 ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് എത്രയാണ്, ഒരു അനലോഗ് സിഗ്നൽ ക്യാരി ചെയ്യുന്ന 4 ബിറ്റ്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് 4000 ആണ് വരുന്നത്. 1000 BPS ആണ്. BPS എന്ന് പറയുന്നത് ബിറ്റ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ബിറ്റ് റേറ്റ് കിട്ടി. ബോഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 1000 ആണ്. ഇനി ഇൻ കേസ് അങ്ങനെ ഇക്വേഷനിൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് 1000 വന്ന കേസിൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് കൺഫ്യൂസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ബോഡ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4000 ബൈ ബിറ്റ് റേറ്റ് ബൈ നമ്പർ ഓഫ് സിഗ്നൽസ് എത്രയാണുള്ളത്, 4000 കിട്ടും. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്തു എന്നുള്ളൂ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1000ഉം 4000ഉം ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ അനലോഗ് സിഗ്നൽ ഹാസ് എ ഡാറ്റ റേറ്റ് ഓഫ് 6000 ബിറ്റ് പെർ സെക്കൻഡ് ആൻഡ് എ ബോഡ് റേറ്റ് ഓഫ് 2000 ബോഡ്. ഹൗ മെനി ഡാറ്റ എലിമെൻറ്റ്സ് ആർ ക്യാരിഡ് ബൈ ആൻഡ് ഈച്ച് സിഗ്നൽ എലിമെൻറ്റ്. തന്നിരിക്കുന്നത് ഡാറ്റ റേറ്റ് ആണ്. ഈ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നതും ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്. കൺഫ്യൂസ് ആവരുത്, ഡാറ്റ റേറ്റ് തന്നെയാണ് എന്ത്, ബിറ്റ് റേറ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യനർ എക്സാമിനർ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കും, നമുക്ക് ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്ത് പോകാൻ. ഡാറ്റ റേറ്റിനെ തന്നെയാണ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, ബിറ്റ് റേറ്റ് ഈക്വൽ ടു ഇക്വേഷൻ്റെ ഡയറക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ബോഡ് റേറ്റ് ഈക്വൽ ടു ബോഡ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിഗ്നൽ.
ബോർഡ് റേറ്റ് നമുക്ക് കാണേണ്ടത് ബോർഡ് റേറ്റ് തന്നിട്ടുണ്ട് 2000. നമുക്ക് ഹൗ മെനി ഡാറ്റ എലിമെൻറ്റ്സ് ആണ്, അതായത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ബിറ്റ് റേറ്റ് നമുക്ക് 6000 ഉണ്ട്. ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് ബോർഡ് റേറ്റ് ഇസ്ക്വൽ 2000 ആണ്. 1000 ഇൻറ്റു എൻ ജസ്റ്റ് ഇതിനെ ഷോർട്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 6000 ബൈ 2000 എത്രയാണ് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. 3 ബോർഡാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ളതുള്ളൂ. ഇനി പീരീഡ് ഓഫ് സിഗ്നൽ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. 2018 ചോദിച്ചിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ 2020 റീസെൻ്റ്ലി വന്ന എക്സാമിൽ വന്ന ക്വസ്റ്റ്യനാണത്. ഓക്കെ, രണ്ടും സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് കിട്ടുന്നുള്ളൂ. ഞാൻ 2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാതെ എങ്ങനെയാണ് വന്നത്. പീരീഡ് ഓഫ് സിഗ്നൽ പറയുന്നത് മുന്നേ അതെന്താണെന്ന് അറിയണം. പീരീഡ് എന്താണ്, പിന്നെ ഫ്രീക്വൻസി എന്താണെന്ന് നമുക്കറിയണം. ഓക്കെ, ബേസിക്കലി ഇവിടെ നമ്മൾ ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യാം. ഇതൊരു അനലോഗ് സിഗ്നലായിരിക്കും. അനലോഗ് സിഗ്നലിൽ ഇവിടെ 1, ഇവിടെ 2. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ടൈം എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ടൈം, ഈ ടൈമിനെ തന്നെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ പീരീഡ് ഒരു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. കാരണം ഒരു സിഗ്നൽ മാക്സിമം ട്രാവൽ ചെയ്ത് എത്തുന്ന ടൈം എത്രയാണ്? ഫുൾ ട്രാവൽ ചെയ്ത് ടൈം വരുന്നത് 2 ആണ്. ഓക്കെ, 1 ഇവിടെ വന്നു, പിന്നെ ഫുൾ കവർ ചെയ്യാൻ എത്ര വരുന്നത്? 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. അത് ഒരു 1 സൈക്കിൾ ബൈ ഇവിടുത്തെ ടൈം എത്രയാണ്? 2. 1/2 എന്ന് പറയുന്നത് 0.5 ഹെർട്സ് ആണ്. ഞാൻ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ക്രൈബ് ദ നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസ് എ ഫിക്സ്ഡ് പ്ലേസ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ ആ എത്ര നമ്പർ ഓഫ് വേവ്സ് പാസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if the time is taken for a wave to pass 1/2 second. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ടൈം എന്ന് പറയുന്നത് എത്രയാണ് എടുത്തത്? 1/2 ആണ്. ആ കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2/second ആണ്. കാരണം ഈ 1/2 റെസിപ്രോക്കൽ ആകുമ്പോൾ എത്ര വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, ഇത് 2 ഹെർട്സിലാണ് വരുന്നത്. കാരണം ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹെർട്സ് ആണ്. ദ ഹെർട്സ് മെഷർമെൻറ്റ്. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രയാണോ ടൈം, ഇവിടെ ഇപ്പോൾ ഇവിടെ 2 സെക്കൻഡ് ആണ്. ആ 2 സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് കവർ ചെയ്യുന്നുണ്ട്, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു 1/t. ഓക്കെ, 1/t. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ ഉണ്ട്. പീരീഡ് എഫ് ഈസ് ഈക്വൽ ടു 1/t. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം 100 മില്ലി സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഈ മില്ലി സെക്കൻഡിനെ നമുക്ക് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാൻ. സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ എടുത്തിട്ട് വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മില്ലി സെക്കൻഡ് പിന്നെ സെക്കൻഡ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഹെയറാർക്കി. ഓക്കെ, നമ്മൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ താഴെ നിന്ന് മേലോട്ട് പോവാണ്. അത് മില്ലി സെക്കൻഡ്, അത് മില്ലി സെക്കൻഡിൻ്റെ ഏറ്റവും വലുതാണ് സെക്കൻഡ്. താഴെ നിന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ എടുക്കേണ്ട, അതായത് ഓരോ യൂണിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10⁻³ ആണ്. ഓക്കെ, ഇതിൽ 10⁻³ ആണോ എടുക്കേണ്ടത് 10⁻³ ആണോ എടുക്കേണ്ടത് എന്നുള്ള 2 വ്യത്യാസമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ താഴെ നിന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, അതായത് മില്ലി സെക്കൻഡിൽ നിന്ന് സെക്കൻഡിലോട്ട് പോവുകയാണെങ്കിൽ 10⁻³ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡിൽ നിന്ന് മില്ലി സെക്കൻഡിലോട്ട് പോവുകയാണെങ്കിൽ 10⁻³ ആണ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് മനസ്സിലാക്കണം. അതായത് താഴെ നിന്ന് മേലോട്ടേക്ക് പോവുകയാണെങ്കിൽ 10⁻³ താഴെ നിന്ന് മേലെ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ പോസിറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ വേണമെങ്കിൽ സെക്കൻഡ് വരുന്നത് സെക്കൻഡ്, മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, പിന്നെന്താണ് നാനോ സെക്കൻഡ്, പിന്നെ പൈക്കോ സെക്കൻഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഹെയറാർക്കി. ഓക്കെ, നമ്മളിപ്പോൾ മില്ലി സെക്കൻഡാണ്. മില്ലി സെക്കൻഡിൽ നിന്ന് സെക്കൻഡിലോട്ട് പോകണമെങ്കിൽ 10⁻³ ആണ്. ഇനിയിപ്പോൾ മൈക്രോ സെക്കൻഡിൽ നിന്ന് മില്ലിയിലോട്ട് പോകണമെങ്കിൽ എത്ര വേണം? 10⁻⁶ ആണ്. കാരണം ഓരോ യൂണിറ്റിൽ നിന്നും 10⁻³ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ,
ഇങ്ങനെയാണ് ഇതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ ഉള്ളത്. ഓക്കെ, ഇത് ഞാൻ മൈനസ് അപ്പോൾ യൂണിറ്റിൻ്റെ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് പറയാനുണ്ടായിരുന്നത്. അത് മൈനസും പോസിറ്റീവും ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് 1 ഇൻറ്റു ഇവിടെ ഇപ്പോൾ നമുക്ക് മില്ലി സെക്കൻഡിൽ നിന്ന് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 100 മില്ലി സെക്കൻഡുള്ള ഇപ്പോൾ മില്ലി സെക്കൻഡിൽ നിന്ന് സെക്കൻഡിലോട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1000 കാരണം ഈ മൈനസ് മേലെ പോകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1000 ആവും. 1000/100 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് 10 ആണെന്ന് കിട്ടി. ഇനി ഈ ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സാണ്. ഹെഡ്സിന് കിലോ ഹെഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ. ഇതിലും യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സപ്പോസ് ഇവിടെ ഇപ്പോൾ ഹെഡ്സാണ്. ഹെഡ്സിന് കിലോ ഹെഡ്സ്, മെഗാ ഹെഡ്സ്, ഗിഗാ ഹെഡ്സ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹെഡ്സിന് കിലോ ഹെഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ? താഴെ നിന്ന് മേലോട്ടേക്ക് പോവാണ്. അതായത് ബിഗ്ഗർ വാല്യൂ ആണ്. അപ്പോൾ 10⁻³ ആണ്. അതോടൊപ്പം തന്നെ ഹെഡ്സിന് മെഗാ ഹെഡ്സിലോട്ട് പോകണമെങ്കിൽ 10⁻⁻6. ഇതേ സ്ഥലത്ത് കിലോ ഹെഡ്സിന് ഹെഡ്സിലോട്ട് വരണമെങ്കിൽ എന്താ ചെയ്യുന്നത്? 10⁻3. അത് ഓർത്തിരിക്കുക. നമ്മൾ ചെറിയ വാല്യൂന്ന് വലിയ വാല്യൂയിലോട്ട് പോവുകയാണെങ്കിൽ 10⁻³ വലിയ വാല്യൂന്ന് ചെറിയ വാല്യൂയിലോട്ട് വരികയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് 10⁻3. ഓക്കെ, അത് ഓരോ യൂണിറ്റ് വൈസ് മാറും. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയത് 10 ഹെഡ്സ് ആണ്. 10 ഹെഡ്സിന് കിലോയിലോട്ട് മാറ്റണം. അപ്പോൾ F = 1 നമുക്ക് 10 ഹെഡ്സ് കിട്ടി. 10 ഹെഡ്സ് കിട്ടി. അപ്പോൾ 10 × 10⁻³ ആണ്. അപ്പോൾ ഈ 10/1000 ആണ് ഇത് വരുന്നത്. ഇത് ഡയറക്റ്റ് കൊടുത്താലും 10⁻² കിട്ടും. ഞാൻ സിംപ്ലിഫൈ ചെയ്യണം മനസ്സിലാവാത്തവർക്ക്. ഈ 1/100 എന്ന് പറയുന്നത് എന്താണ്? 1/10⁻². ഈ 1/10 ഇതിനെ 10⁻² എന്ന് ഇതാക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കിലോ ഹെഡ്സിലാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇത് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഡിവൈഡും കട്ട് ചെയ്ത് പോകാനുള്ളൂ. ഇതൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇപ്പോൾ 10⁻² ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കിലോ ഹെഡ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട്. ഓക്കെ, 10⁻² വരുന്നത്. ഇതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് 2018 ഇത് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2018 ചോദിച്ചാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് 2020 ചോദിച്ചത്. ജസ്റ്റ് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നുള്ളൂ. സിമിലർ വേയിൽ ചെയ്തതിന് 10⁻² കിട്ടും. ഓക്കെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ വരുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ടെർമിനൽ മൾട്ടിപ്ലക്സർ ഹാസ് 1200 bit per second terminals and n 300 bit per seconds terminal connected to it. The outgoing line is 9600 bit per second. What is the maximum value of n ആണ് ചോദിച്ചത്. ഇപ്പോൾ മൾട്ടിപ്ലക്സർ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് എടുത്തിട്ട് സിംഗിൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് 4/1 മൾട്ടിപ്ലക്സറാണ്. മക്സ് എന്ന് പറയും. ഓക്കെ, I0, I1, I2, I3. ഓക്കെ, ഇത് ഔട്ട്പുട്ടാണ്. ഓക്കെ, അത് മൾട്ടിപ്പിൾ ഇൻപുട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 6 ഇവിടെ 4 ആണുള്ളത്, ഇവിടെ 2. 200 ബിറ്റ്സ് പെർ സെക്കൻഡ് ഇൻപുട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 300 ബിറ്റ് പെർ സെക്കൻഡ് ഇൻപുട്ട് ഉണ്ട്.
അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 6000 ബിറ്റ് പെർ സെക്കൻഡ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 9600 ബിറ്റ് പെർ സെക്കൻഡ് ഔട്ട്പുട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ ആണ്. ഈ എന്നിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്, എത്ര ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6 × 200 പ്ലസ്, കാരണം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ലൈൻസ് നമുക്കറിയാം, അത് 6 × 1200 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് n × 300 ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 9600 ബിറ്റ് പെർ സെക്കൻഡ് ആണ്. ഇത് ടോട്ടൽ ഇൻപുട്ട്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു ഈക്വൽ ടു അതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, അപ്പോൾ 6 × 1200 എന്ന് പറയുന്നത് എത്രയാണ്? 7200 പ്ലസ് 300n ഈസ് ഈക്വൽ ടു 9 ഇതാണ് വരുന്നത്. 300n ഈസ് ഈക്വൽ ടു 9000 ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് എത്രയാണ്? 96/300. 00 കട്ട് ചെയ്തു, മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇവിടെ മൈനസ് ചെയ്യണം. 300 കാണുമ്പോൾ തന്നെ ഇവിടെ 600 മൈനസ് ചെയ്യണം, 7200. ഇത് മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുന്ന? 0049240. അപ്പോൾ n എന്ന് പറയുന്നത് 2400/300 ആണ് വരുന്നത്. 8 ആണ് വരുന്നത്. ഓക്കെ, ഇത് മൾട്ടിപ്ലക്സിൻ്റെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇൻപുട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 6 × അതിൻ്റെ ബിറ്റ്സ് എത്രയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? 1200 ആണ്. പ്ലസ് n ബിറ്റ്സ് നമുക്ക് അറിയില്ല എന്നിൻ്റെ വാല്യൂ, പക്ഷേ അതിൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തു, പ്ലസ് n × 300 ചെയ്തു, ഈക്വൽ ടു അതിൻ്റെ ഔട്ട്പുട്ട് ലൈൻ എന്ന് പറയുന്നത് 9600 ആണ്. ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എന്നിൻ്റെ വാല്യൂ കണ്ടു. ഇതാണ് നമ്മൾ മൾട്ടിപ്ലക്സിൽ ചെയ്യുന്നത്. അത് കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തൊക്കെ പീരീഡ് കാണാനുള്ളത്, കാരണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ ജസ്റ്റ് അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ മാത്രം ഒന്ന് ഓർത്താൽ മതി, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബിറ്റ് റേറ്റ്, ബോഡ് റേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഫോക്കസ് ചെയ്തത്. ഓക്കെ, മാക്സിമം നോട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.